പാരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ പ്രശ്നപരിഹാരമുണ്ടായി എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഉണ്ടായി. ഇന്നലെ രാത്രി വൈകിയാണ് ചർച്ചകൾ അവസാനിച്ചത്. പാരിയത്തുകാവ് നിവാസികൾക്ക് അതേ വസ്തുവിൽ തന്നെ 5 സെന്റ് സ്ഥലവും അതിലേക്ക് ആവശ്യമുള്ള റോഡ് സൗകര്യവും ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വീട് പണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം എന്ന തീരുമാനവും അവർക്ക് അംഗീകരിക്കാവുന്ന ഒന്നായി മാറി. ഇന്നലെ രാത്രി വൈകിയാണ് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ സമവായ ചർച്ചകൾ അവസാനിച്ചത്. നമുക്ക് റോജി എം ജോൺ സംസാരിച്ചു ഇതിനുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വരാം. ആജ്ഞ, അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശവാസികൾ ഈ കരാർ അത് അന്തിമമായി എന്നത് സംബന്ധിച്ച് സംസാരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. പറയുന്ന പാരിയത്തുകാവ് ഭൂമിക്കകത്ത് തന്നെ ഈ മനുഷ്യർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ മന്ത്രി സൂചിപ്പിച്ച പോലെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളും അതിനോട് സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ 5 സെന്റ് ഭൂമിയും വീടും നൽകുന്ന തരത്തിലേക്കുള്ള സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഈ 5 സെന്റ് ഭൂമിയിൽ നൽകുന്ന വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നവരെ ഇപ്പോൾ നിലവിൽ ഇവർ താമസിക്കുന്ന വീടിനകത്ത് നിലനിൽക്കുന്നതിനും അതോടൊപ്പം ഇവരുടെ ഒരു കുടുംബക്ഷേത്രം അവിടെയുള്ളതിനെ മാറ്റി സ്ഥാപിക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി കൂടെ നൽകാം എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള 15-ലധികം കേസുകൾ, ആ കേസുകൾ മുഴുവൻ നിരുപാധികം പിൻവലിക്കാം എന്നുള്ള ഉറപ്പ് കൂടി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൊതുവിൽ നടന്നിട്ടുള്ള ചർച്ചയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, ഈ പ്രദേശവാസികൾ, വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ച ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഈ സ്ഥലമുടമ സമ്മതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിൻ്റെ മേൽനോട്ടമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ സ്പോൺസർഷിപ്പിലൂടെ ആളുകളെ കണ്ടെത്തി ഇവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ളതാണ്. പൂർണ്ണമായും ഒരു സമവായമായി എന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, റിസർവേ നടപടികൾ അവിടെ പെൻഡിംഗ് ആയി തന്നെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രദേശവാസികളുടെ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്ന് വേണം. കാരണം ഇന്നലെ കളക്ട്രേറ്റിൽ നടന്ന ചർച്ചയ്ക്ക് 2-3 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തുന്നത്. അത് ഈ സ്ഥലമുടമയും ഈ വീട്ടുകാരും തമ്മിലൊരു ചർച്ചയിലേക്കും അതിനുശേഷം അവരെ കുറച്ചു നേരം ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് നീങ്ങുകയും അവർ പുറത്തിറങ്ങി കളക്ട്രേറ്റിന് പുറത്തിറങ്ങി അവർ കൂട്ടത്തോടെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആലോചനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സർക്കാർ തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസം റോജി എം ജോൺ വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ആയിരിക്കുന്നത്. 58 വർഷത്തെ 1958 ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്ര കാലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ തടസ്സങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഈ 19 ഏക്കർ പുറമ്പോക്ക് ഭൂമി, ഈ പുറമ്പോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ 2.65 ഏക്കർ എന്ന് പറയുന്നത് ഈ 19 ഏക്കർ പുറമ്പോക്ക് ഭൂമിക്കുള്ളിൽ വരുന്നതാണ് എന്നുള്ളതാണ് അവരുടെ വാദവും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ റീസർവേ നടപടികൾ നടത്തിയാൽ തന്നെ അതിൽ കൂടുതൽ വ്യക്തത വരും. പക്ഷേ കളക്ടർ കഴിഞ്ഞ ദിവസം ഉറച്ചു നിന്നു. റിസർവേ നടപടികളിൽ പോയിട്ട് അത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ല. അതേസമയം ഭൂ ഉടമയും ഈ വീട്ടുകാരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സമവായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിനൊരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ കാണാനാവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ഡിസ്കഷന് വിളിക്കുമ്പോൾ ഭൂവുടമയും അവരുടെ ബന്ധുക്കളും എത്തിയിരുന്നില്ല. അതേസമയം ഇന്നലെ അവരെല്ലാവരും എത്തിയിരുന്നു. അതുമാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു വലിയ തീരുമാനം ആയത്. അതേ വസ്തുവിൽ തന്നെ 5 സെന്റ് സ്ഥലവും അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള റോഡ് സൗകര്യം നൽകും. അതുപോലെ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീട് നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അന്തിമമായിരിക്കുന്നത്. വീട് പണി തീരുന്നത് വരെ ഇവർക്ക് താമസിക്കുന്ന നിലവിലുള്ള വീടുകളിൽ താമസിക്കാമെന്നും ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 50-ലധികം പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള വലിയ പ്രശ്നത്തിൽ പോലീസ് ആളുകളെ വലിച്ചിഴയ്ക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ള പേരിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടെടുത്തുള്ള കേസുകൾ ഇതെല്ലാം പിൻവലിക്കുമെന്നുള്ള ധാരണയായിട്ടുണ്ട്. അതായത് എന്തായാലും ഒരു വീട്ടുകാർ കൂടി, അതായത് ഇവിടുത്തെ ഭൂമിയിലെ താമസക്കാർ കൂടി അംഗീകരിച്ചിട്ടുള്ള ഒരു തീരുമാനം. തീർച്ചയായും എന്തായാലും വർഷങ്ങൾ നീണ്ട, പതിറ്റാണ്ടുകൾ നീണ്ട ഒരു തർക്കം അത്
അവസാനിക്കുന്നത് കേരളത്തിന് തന്നെ ആശ്വാസകരമാണ്. കാരണം ഈ പറഞ്ഞ പോലെ താമസ സ്ഥലമില്ലാത്ത, കിടക്കാൻ സ്ഥലമില്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവരുത്. എല്ലാവർക്കും നീതി വേണം. അതിന് സർക്കാർ മുന്നിട്ടിറങ്ങി മന്ത്രി റോജി എം ജോണിനെ അഭിനന്ദിക്കണം. അദ്ദേഹം മുന്നിട്ടിറങ്ങി നടത്തിയ ചർച്ച അദ്ദേഹത്തിൻ്റെ വലിയൊരു വിജയം കൂടിയാണ്, സംശയമില്ല. കാലങ്ങളായി പരിഹരിക്കാതിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത് UDF സർക്കാരിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടിയാണ്, സംശയമില്ല. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.